അവർ രണ്ടുപേരും നമ്മള് വിദ്യാർത്ഥി അടിക്കുമ്പോൾ പാർക്ക് അതിൻ്റെ സവിശേഷതകളൊക്കെ ചെയർമാൻ ഇവിടെ വിശദീകരിച്ചു. ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ നാട മുറിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കാതെ തന്നെ കുഞ്ഞുങ്ങൾ പാർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ സൂചിപ്പിച്ചല്ലോ. മനോഹരമായ ഇങ്ങനൊരു പാർക്ക് എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ഈ നാടിന് വേണ്ടി ഒരുക്കിയതിൽ സുജിലിന്റെ നേതൃത്വത്തിലുള്ള ഏരൂർ നഗരസഭാ കൗൺസിലിനെ ഞാൻ ഈ നാടിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഏരൂര് പല കാര്യങ്ങളിലും കേരളത്തിലൊരു മാതൃകയാണ്. ഏറ്റവും പ്രധാനം മാലിന്യ നിർമ്മാർജ്ജനം, ശുചിത്വത്തിന്റെ കാര്യത്തിലാണ്. ഏരൂരിന്റെ അതിർത്തി കിടക്കുമ്പോൾ തന്നെ ഒരു വ്യത്യാസം എല്ലാവർക്കും ഫീൽ ചെയ്യും. എല്ലാ ചുവരിലും മാലിന്യത്തിനെതിരായിട്ടുള്ള ശുചിത്വം പരിപാലിക്കേണ്ട സന്ദേശങ്ങളാൽ സമ്പന്നമാണ് എല്ലാ ചുവരിലും. മനോഹരമായ ചിത്രങ്ങൾ. ഹരിത കർമ്മസേനയ്ക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ഏരൂർ. ഏരൂർ നഗരസഭ ജനസംഖ്യ കുറവുള്ള ഒരു നഗരസഭയാണ്. പക്ഷെ കൃത്യമായി എല്ലാ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇടപെടുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. തൊട്ടപ്പുറത്ത് സുഹൃത്തിൻ്റെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇവിടെയുള്ള എല്ലാവരുടെയും സന്തോഷം, ആഹ്ലാദ പ്രകടനമൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു, നല്ല നാടൻ പാട്ടുകളുണ്ടായിരുന്നു. അത് കേട്ട് അവിടെ ഇരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാറ് വരുന്നതിന് മുന്നേ കുട്ടികളൊക്കെ പാർക്കിലേക്ക് കയറി അവരൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും അതൊക്കെ അവർ ആസ്വദിക്കുന്ന കാണുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. പിന്നെ ശുചിത്വ മിഷനിൽ വർക്ക് ചെയ്യുന്ന കുറേ ചേച്ചിമാരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൺ ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ അടുത്ത് ഒരുപാട് വിവരങ്ങളൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചു. പിന്നെ നേരത്തെ സാറും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇങ്ങനൊരു പാർക്ക് ഇവിടെ ഈ എന്താ പറയുക ഈ മുനിസിപ്പാലിറ്റിയിലൂടെ ഉണ്ടായത് വളരെ വലിയൊരു കാര്യമാണ്. എല്ലാവർക്കും സോഷ്യലൈസ് ചെയ്യാനും നടക്കാനും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും കായികമായിട്ടുള്ള പല കാര്യങ്ങളിൽ ഇവിടുന്ന് ഉത്ഭവിക്കാനും ഒക്കെ സാധ്യത
സാധ്യതയുള്ള ഒരു സ്പേസ് ആയിട്ടാണ് എനിക്ക് ഇതിനെ തോന്നുന്നത്. പിന്നെ നേരത്തെ സാറ് പറഞ്ഞ പോലെ ജാതിഭേദമന്യേ എല്ലാവർക്കും വന്നിരിക്കാനും ഒരുപാട് തമാശകൾ പറയാനും അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പറ്റുന്നൊരു ഇടമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. Subscribe to One India and never miss an update.